ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധമായ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മുടെ യാത്ര തുടരുകയാണല്ലോ. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണല്ലോ രണ്ടാമത്തെ വെള്ളിയാഴ്ച സന്ധ്യാനമസ്കാരത്തിൻ്റെ വായന. നമുക്ക് അറിയാം, നോമ്പിലെ വായനകളെല്ലാം നമ്മെ ചില ബോധ്യങ്ങൾ നൽകാനും ഈ ലോകത്തേക്കാൾ ഉപരി യേശുതമ്പുരാൻ സ്ഥാപിക്കാൻ ആഗ്രഹിച്ച ദൈവരാജ്യത്തിൻ്റെ വിളിക്കായി, കെട്ടുപണിക്കായി നമ്മെ വിളിക്കുന്നതുമാണ് എന്ന്. ഇന്നത്തെ വേദഭാഗത്തും യേശുതമ്പുരാൻ തൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച്, തൻ്റെ ഉയർപ്പിനെക്കുറിച്ച്, താൻ ബലിയാകുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുതിർന്ന ശിഷ്യനായ പത്രോസ്ലീഹ യേശുതമ്പുരാനെ മാറ്റി നിർത്തി ശാസിക്കുകയും യേശുതമ്പുരാൻ അവനെ പിശാചേ എന്ന് വിളിക്കുകയും ചെയ്യുന്ന രംഗമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ചില സുരക്ഷിത സ്ഥാനങ്ങൾ നാം കണ്ടെത്താറുണ്ട്. അതാണ് നമ്മെ ബലിയാകൽ നിന്ന് തടയുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. യേശുതമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും നിന്നെ വിളിച്ചിരിക്കുന്നതും ബലിയാകുവാനാണ്. അത് ഭാര്യയ്ക്കായിരിക്കാം, ഭർത്താവിനായിരിക്കാം, അപ്പനായിരിക്കാം, അമ്മയ്ക്കായിരിക്കാം, മക്കൾക്കായിരിക്കാം, സഹോദരങ്ങൾക്കായിരിക്കാം, സമൂഹത്തിനായിരിക്കാം, സഭയ്ക്കായിരിക്കാം. ക്രിസ്തു നമുക്ക് വേണ്ടി ബലിയായതുപോലെ നാമും അനേകർക്ക് വേണ്ടി ബലിയാകപ്പെടുവാൻ നമ്മുടെ സുരക്ഷിത സ്ഥാനങ്ങളെ പൊളിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.